എല്ലാവർക്കും ജുറാസ് കൊമേഴ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബികോം 6th സെമസ്റ്ററിലെ വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കായ ഇൻകം ടാക്സ് ആൻഡ് GST ആണ്. 5th സെമസ്റ്ററിൽ പഠിച്ച ഇൻകം ടാക്സിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഈ ഒരു സെമസ്റ്ററിൽ നമ്മൾ ഇൻകം ടാക്സ് ആൻഡ് GST എന്ന സബ്ജക്ട് പഠിക്കുന്നത്. ഫസ്റ്റ് 2 മൊഡ്യൂൾസ് ഇൻകം ടാക്സ് റിലേറ്റഡും ബാക്കിയുള്ള 3 മൊഡ്യൂൾസ് GST റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ 90% തിയറീസ് ആണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത്. ഒരു പ്രോബ്ലം റിലേറ്റഡ് സബ്ജക്റ്റ് അല്ല ഇത്. എന്നിരുന്നാലും ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് നമുക്കൊരു പ്രോബ്ലം എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. പക്ഷേ തിയറി മാത്രം പഠിച്ചുകൊണ്ട് തന്നെ 80 out of 80 സ്കോർ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. നമുക്കിനി ഓരോ മൊഡ്യൂളിലെയും എക്സ്പെക്ട് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഇൻകം ടാക്സിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണ്. നമ്മുടെ ഈ മൊഡ്യൂളിൽ നിന്നും 3 മാർക്സ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്നത്. അതോടൊപ്പം തന്നെ ഒരു പ്രോബ്ലം വരികയാണെങ്കിൽ ഈ ഒരു മൊഡ്യൂളിൽ നിന്നായിരിക്കും. 3 മാർക്സ് ക്വസ്റ്റ്യനിൽ എക്സ്പ്ലെയിൻ ക്ലബിംഗ് ഓഫ് ഇൻകം വിത്ത് എക്സാമ്പിൾ, എക്സ്പ്ലെയിൻ അഗ്രിഗേഷൻ ഓഫ് ഇൻകം, വാട്ട് ഈസ് ക്യാരി ഫോർവേഡ് ആൻഡ് സെറ്റ് ഓഫ് ലോസസ്, അതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. മറ്റൊന്ന് വാട്ട് ഡു യു മീൻ ബൈ ടോട്ടൽ ഇൻകം, വാട്ട് ഈസ് ഇന്റർ ഹെഡ് സെറ്റ് ഓഫ്, what is intra-head set-off, what is AMT, alternate minimum tax, what is marginal relief. ഇത്രയുമാണ് 3 മാർക്സ് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് പഠിക്കേണ്ടത്. മറ്റൊന്ന് 6 മാർക്സ് ക്വസ്റ്റ്യനിൽ വരുന്നത് സ്പെസിഫൈ ദ റെഗുലേഷൻസ് ഫോർ ഇന്റർ ഹെഡ് അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ലോസസ്. അതേപോലെ എസ് എക്സ്പെക്ട് ചെയ്യാവുന്നത് എക്സ്പ്ലെയിൻ വേരിയസ് ഡിഡക്ഷൻസ് അവൈലബിൾ ടു ആൻ ഇൻഡിവിജ്വൽ. മറ്റൊന്ന് തിയറീസ് അല്ലാതെ പ്രോബ്ലം എക്സ്പെക്ട് ചെയ്യാവുന്നതും ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് തന്നെയാണ്. നമ്മുടെ സെക്കൻഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ്. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു നോക്കിയാൽ എബവ് 30 മാർക്സിന് ഈ ഒരൊറ്റ മൊഡ്യൂളിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മൊഡ്യൂൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാതെ പഠിക്കുക. ഒരു എസ്സേ ഈ മൊഡ്യൂളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. കൂടാതെ കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ളത് 3 ഷോർട്ട് എസ്സേ ഈ ഒരു മൊഡ്യൂളിൽ നിന്നാണ്. മറ്റൊന്ന് 3 ഷോർട്ട് ആൻസേഴ്സും ഈ മൊഡ്യൂളിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മൊഡ്യൂളിലെ ഓരോ ടോപ്പിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രധാനമായിട്ടും ഇൻകം ടാക്സ് അതോറിറ്റീസ്, അവരുടെ പവേഴ്സ്, ഫങ്ഷൻസ്, അതേപോലെ അസസ്മെന്റ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അസസ്മെന്റ്സ് ഒക്കെയാണ് ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് വരുന്നത്. നമുക്ക് നോക്കാം 3 മാർക്സ് ക്വസ്റ്റ്യൻസിൽ എന്തൊക്കെയാണ് ഈ മൊഡ്യൂളിൽ എത്തുന്നത്. ഫസ്റ്റ് വൺ, എക്സ്പ്ലെയിൻ CBDT, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസ്. മറ്റൊന്ന് വാട്ട് ഈസ് TDS, ടോട്ടൽ ഡിഡക്ഷൻ അറ്റ് സോഴ്സ്, വാട്ട് ഈസ് വോളണ്ടറി റിട്ടേൺ, വാട്ട് ഈസ് ബിലേറ്റഡ് റിട്ടേൺ, വാട്ട് ഈസ് കമ്പൽസറി റിട്ടേൺ. ടൈപ്സ് ഓഫ് റിട്ടേൺസ് ആണ്, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്. മറ്റൊന്ന് വാട്ട് ഈസ് പാൻ, പെർമനന്റ് അക്കൗണ്ട് നമ്പർ. മറ്റൊന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഡിഫൈൻ അസസ്മെന്റ്, വാട്ട് ഈസ് ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ്, വാട്ട് ഈസ് പ്രിക്കോഷണറി അസസ്മെന്റ്, വാട്ട് ഈസ് റീ അസസ്മെന്റ്. അസസ്മെന്റ്, അതിന്റെ ടൈപ്സ് ഓഫ് അസസ്മെന്റ്. ഇനി 6 മാർക്ക് ക്വസ്റ്റ്യനിൽ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദി പ്രൊസീജിയർ ഓഫ് ഫയലിംഗ് ദി റിട്ടേൺ. അതേപോലെ വാട്ട് ആർ ദ പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ഇൻകം ടാക്സ് അതോറിറ്റീസ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻകം ടാക്സ് അതോറിറ്റീസ് ആരൊക്കെയാണ്, അവരുടെ പവേഴ്സ്, ഫങ്ഷൻസ് നിർബന്ധമായിട്ട് പഠിക്കേണ്ടതാണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻകം ടാക്സ് അതോറിറ്റീസ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഡീറ്റെയിൽ ആയിട്ട് 10 ഇൻകം ടാക്സ് അതോറിറ്റീസ് കൊടുത്തിട്ടുണ്ട്. അത് പ്രോപ്പറായിട്ട് പഠിക്കുക. അവരുടെ പവേഴ്സ് എന്താണ്, ഫങ്ഷൻസ് എന്താണ്. മറ്റൊന്ന് റൈറ്റ് എ നോട്ട് ഓൺ റിക്കവറി ഓഫ് ടാക്സസ്. കഴിഞ്ഞ തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഹു ആർ ദ വേരിയസ് ഇൻകം ടാക്സ് അതോറിറ്റീസ് ടു അഡ്മിനിസ്റ്റർ ഇൻകം ടാക്സ് ലോസ്. അത് നേരത്തെ പറഞ്ഞിട്ടുള്ള ഇൻകം ടാക്സ് അതോറിറ്റീസ് തന്നെയാണ്. കൂടാതെ 10 മാർക്സ് ക്വസ്റ്റ്യൻ എസ്സേക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത് വാട്ട് ആർ ദ വേരിയസ് ടൈപ്സ് ഓഫ് അസസ്മെന്റ് അണ്ടർ ഇൻകം ടാക്സ് ആക്ട്. അസസ്മെന്റിന്റെ ഡെഫിനിഷൻ, അതിലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അസസ്മെന്റ് നിർബന്ധമായിട്ട് പഠിക്കണം. ഇത് കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ളതാണ്, മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. സ്കിപ്പ് ചെയ്യാതെ പഠിക്കുക. മറ്റൊന്ന് എക്സ്പ്ലെയിൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻകം ടാക്സ് റിട്ടേൺസ്. ഇത്രയും ടോപ്പിക്സ് ഒരിക്കലും മിസ് ചെയ്യരുത്. ഓരോ പോർഷൻസും കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രോപ്പറായിട്ട് തന്നെ പഠിക്കുക. തേർഡ് മൊഡ്യൂളാണ് GST സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരുപാട് ടേംസ് ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് പഠിക്കാനുണ്ട്. 3 മാർക്സിന് കൂടുതൽ ടേംസ്, ഡെഫിനിഷൻസ് പഠിക്കാനുള്ളത് ഈ മൊഡ്യൂളിൽ നിന്നാണ്. ഒന്നും സ്കിപ്പ് ചെയ്യാതെ ഓരോ ടേംസും അതിൻ്റെ ഡെഫിനിഷൻസ് അല്ലെങ്കിൽ മീനിങ് തീർച്ചയായിട്ടും പഠിച്ചു വെക്കേണ്ടതാണ്. നമുക്ക് നോക്കാം 3 മാർക്സ് ക്വസ്റ്റ്യനിൽ എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരിക എന്ന്. ഡിഫൈൻ GST. GST എന്താണെന്ന് അറിയാം, ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്, അതിൻ്റെ ഒരു ഡെഫിനിഷൻ.
കൂടാതെ വാട്ട് ഈസ് ക്യാപിറ്റൽ ഗുഡ്സ്, വാട്ട് ഈസ് അഗ്രിഗേറ്റ് ടേൺ ഓവർ, വാട്ട് ഈസ് ഡുവൽ ടാക്സ് സിസ്റ്റം, വാട്ട് ഈസ് കസ്കാഡിംഗ് ഇഫക്റ്റ്. കസ്കാഡിംഗ് ഇഫക്റ്റ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പല തവണ ചോദിച്ചു കണ്ടിട്ടുണ്ട്. കൂടാതെ വാട്ട് ഈസ് എക്സംപ്റ്റഡ് സപ്ലൈ, വാട്ട് ഈസ് ഇൻപുട്ട് ടാക്സ്, വാട്ട് ഈസ് മിക്സഡ് സപ്ലൈ, സപ്ലൈ എന്താണ്, അതിൻ്റെ എക്സംപ്റ്റഡ് സപ്ലൈ എന്താണ്, മിക്സഡ് സപ്ലൈ എന്താണ്, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റൊന്ന് ഹൂ ഈസ് നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സൺ, വാട്ട് ഈസ് സീറോ റേറ്റഡ് സപ്ലൈ. കൂടാതെ എക്സ്പ്ലെയിൻ CGST SGST IGST, അതായത് സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്, സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്, ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. വാട്ട് ഈസ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്, എക്സ്പ്ലെയിൻ GSTC GST കൗൺസിൽ, അതിൻ്റെ മെമ്പേഴ്സ് ആരാ, അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. മറ്റൊന്ന് വാട്ട് ഈസ് റവന്യൂ ന്യൂട്രൽ റേറ്റ്, വാട്ട് ഈസ് കോമ്പൻസേഷൻ സെസ്. അതേപോലെ നമുക്കറിയാം വാട്ട് ഈസ് HSN കോഡ്, ഹാർമോണൈസ്ഡ് സിസ്റ്റം ഓഫ് നോമൻക്ലേച്ചർ, നമ്മുടെ ഗുഡ്സിന് കൊടുക്കുന്ന ഒരു നോമൻക്ലേച്ചർ ആണ്. കൂടാതെ വാട്ട് ഡിഫൈൻ ദ ടേം സപ്ലൈ, സപ്ലൈ എന്താണ്, അതിൻ്റെ അതേപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സപ്ലൈ, വാട്ട് ഈസ് ഡീംഡ് സപ്ലൈ, വാട്ട് ഈസ് ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ, ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ. കൂടാതെ വാട്ട് ഈസ് റിവേഴ്സ് ചാർജ് മെക്കാനിസം, വാട്ട് ഈസ് GST ഇൻവോയ്സ് എന്താണ്, ടാക്സ് ഇൻവോയ്സ് എന്താണെന്നുള്ളതൊക്കെ മുൻ വർഷങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതേപോലെ എക്സ്പ്ലെയിൻ കൺസെപ്റ്റ് റിലേറ്റിംഗ് ടു ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ്, വാട്ട് ഈസ് വാല്യൂ ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഇത്രയുമാണ് 3 മാർക്സ് ക്വസ്റ്റ്യനിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത്. ഈ ഓരോ ടേംസും വളരെ സിമ്പിളാണ്. 2 or 3 സെന്റൻസിൽ ഓരോന്നിൻ്റെയും ഡെഫിനിഷൻസ് പഠിച്ചു വെക്കേണ്ടത് നിർബന്ധമാണ്. ഷോർട്ട് എസ്സേ സെക്ഷൻസിൽ GST മൊഡ്യൂളിൽ നിന്നും എക്സ്പെക്ട് ചെയ്യാവുന്നത് എക്സ്പ്ലെയിൻ ഫീച്ചേഴ്സ് ഓഫ് GSTയുടെ സാലിയൻ ഫീച്ചേഴ്സ്. ഓൾമോസ്റ്റ് 18 പോയിന്റ്സോളം ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഒരു മിനിമം 8 to 10 പോയിന്റ്സ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എസ്സേ ആയിട്ടും അല്ലെങ്കിൽ ഷോർട്ട് എസ്സേ ആയിട്ടൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. കൂടാതെ ഡിസ്കസ് ഒബ്ജക്റ്റീവ് ആൻഡ് സ്കോപ്പ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്, അതും നമ്മുടെ നോട്ട്സിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സ്കോപ്പ് എന്താണ്. അതേപോലെ ഗുഡ്സ് ഔട്ട്സൈഡ് ദ സ്കോപ്പ് ഓഫ് GST, നമുക്കറിയാം ആൽക്കഹോളിക് ലിക്കർ, സ്പെസിഫൈഡ് പെട്രോളിയം പ്രോഡക്ട്സ്, ടൊബാക്കോ ആൻഡ് ടൊബാക്കോ പ്രോഡക്ട്സ് ഒക്കെ ഔട്ട്സൈഡ് ദ സ്കോപ്പാണ്. അതൊക്കെ 3 മാർക്സിന് അല്ലെങ്കിൽ 6 മാർക്സിനൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. മറ്റൊന്ന് കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ഇൻഡയറക്ട് ടാക്സ് ആൻഡ് GST സിസ്റ്റം, അത് തമ്മിലുള്ള ഡിഫറൻസ്, ഇൻഡയറക്ട് ടാക്സ് അല്ലെങ്കിൽ വാറ്റ് സിസ്റ്റവും GST സിസ്റ്റം തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്ന്. കൂടാതെ റൈറ്റ് എ നോട്ട് ഓൺ ലെവി ആൻഡ് കളക്ഷൻ ഓഫ് ടാക്സ് അണ്ടർ GST, അതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ലെവി ഓഫ് കളക്ഷൻ ഓഫ് സെസ്, ലെവി ഓഫ് CGST SGST തുടങ്ങിയ കാര്യങ്ങളാണ് അതിൽ ഡിസ്കസ് ചെയ്യുന്നത്. മറ്റൊന്ന് എക്സ്പ്ലെയിൻ ഫങ്ഷൻസ് ആൻഡ് പവേഴ്സ് ഓഫ് GST കൗൺസിലിൻ്റെ ഫങ്ഷൻസ് എന്താണ്, പവേഴ്സ് എന്താണ്, അതിൻ്റെ സ്ട്രക്ചർ എന്താണെന്നൊക്കെ പഠിച്ചു വെക്കുക. മറ്റൊന്ന് റൈറ്റ് എ നോട്ട് ഓൺ HSN ആൻഡ് SAC അണ്ടർ GST, അതായത് ഗുഡ്സിനും സർവീസസിനും വരുന്ന ഓരോ നോമൻക്ലേച്ചർ ആണ്. ഹാർമോണൈസ്ഡ് സിസ്റ്റം ഫോർ നോമൻക്ലേച്ചർ and SAC under GST. മറ്റൊന്ന് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സപ്ലൈ, എക്സ്പ്ലെയിൻ ദ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ടൈം ഓഫ് സപ്ലൈ. ഇത്രയും കാര്യങ്ങൾ ഷോർട്ട് എസ്സേയിൽ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്, എല്ലാം പഠിച്ചു വെക്കുക. മറ്റൊന്ന് ഇനി എസ്സേയിൽ വരുന്നത് 10 മാർക്സ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് GST, എക്സ്പ്ലെയിൻ അഡ്വാൻറ്റേജസ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് GST. മറ്റൊന്ന് വാട്ട് ആർ ദ വേരിയസ് റേറ്റ്സ് ഓഫ് ടാക്സസ് അണ്ടർ GST സ്ട്രക്ചർ ചോദിച്ചാലും അല്ലെങ്കിൽ വേരിയസ് റേറ്റ്സ് ഓഫ് ടാക്സസ് അണ്ടർ GST ചോദിച്ചാലും നമുക്കറിയാം 5 റേറ്റ്സ് ഉണ്ട്, 5 സ്ലാബ്സ് ഉണ്ട്, 0, 5, 12, 18 and 28. അത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഓരോ കാറ്റഗറിയിലും ഏതൊക്കെ തരം പ്രൊഡക്ട്സ് ആണ് വരുന്നത് എന്നുള്ളത് ഡിസ്കസ് ചെയ്യാനുള്ള ഈ വേരിയസ് റേറ്റ്സ് ഓഫ് ടാക്സസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ GST സ്ട്രക്ചർ എന്ന് പറയുന്നത്. മറ്റൊന്ന് എക്സ്പ്ലെയിൻ ടൈപ്സ് ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് അണ്ടർ GST ആക്ട്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് 3rd മൊഡ്യൂളിൽ നിന്നും പ്രതീക്ഷിക്കാം. രജിസ്ട്രേഷനെ സംബന്ധിച്ചിട്ടുള്ളതാണ് നമ്മുടെ 4th മൊഡ്യൂൾ. നമുക്ക് നോക്കാം ഷോർട്ട് ആൻസറിൽ ഈ ഒരു മൊഡ്യൂളിൽ നിന്നും എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്. വാട്ട് ഈസ് വോളണ്ടറി രജിസ്ട്രേഷൻ, വാട്ട് ഈസ് സുവോ മോട്ടോ രജിസ്ട്രേഷൻ, വാട്ട് ഈസ് ഡീംഡ് രജിസ്ട്രേഷൻ. അതേപോലെ എക്സ്പ്ലെയിൻ റിവോക്കേഷൻ ഓഫ് cancel of registration, what is tax invoice, what is revised invoice, what is bill of supply. അതേപോലെ what is non taxable supply, what is credit note, debit note. മറ്റൊന്ന് what is annual return of GST, അതായത് GSTയുടെ ആനുവൽ റിട്ടേൺ അല്ലെങ്കിൽ ടാക്സ് ഇൻവോയ്സ്.
ഡെബിറ്റ് നോട്ട് എന്താണ്, ക്രെഡിറ്റ് നോട്ട് എന്താണ്, ഇതിൻ്റെയൊക്കെ ഒരു ഡെഫിനിഷൻ, അതേപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് രജിസ്ട്രേഷൻ നിർബന്ധമായിട്ടും പഠിക്കുക. ഈ മൊഡ്യൂൾ എന്ന് പറയുന്നത് തന്നെ രജിസ്ട്രേഷനെ സംബന്ധിച്ചാണ്. ഏതെങ്കിലും ഒരു രജിസ്ട്രേഷനെ കുറിച്ച് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഷോർട്ട് ആൻസർ അല്ലെങ്കിൽ ഷോർട്ട് എസ്സേ 6 മാർക്ക് ക്വസ്റ്റ്യനിൽ എക്സ്പെക്ട് ചെയ്യാവുന്നത് എക്സ്പ്ലെയിൻ ബെനഫിറ്റ്സ് ഓഫ് രജിസ്ട്രേഷൻ അണ്ടർ GST ആക്ട്. GST ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്താലുള്ള ബെനഫിറ്റ്സ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, എക്സ്പ്ലെയിൻ അഡ്വാൻറ്റേജസ് ഓഫ് വോളണ്ടറി രജിസ്ട്രേഷൻ അണ്ടർ GST ആക്ട്, റൈറ്റ് എ നോട്ട് ഓൺ ക്യാൻസലേഷൻ ഓർ സസ്പെൻഷൻ ഓഫ് രജിസ്ട്രേഷൻ, അതേപോലെ എക്സ്പ്ലെയിൻ പ്രൊസീജിയർ ഓഫ് GST രജിസ്ട്രേഷൻ, GSTക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്. മറ്റൊന്ന് എക്സ്പ്ലെയിൻ കണ്ടന്റ് ഓഫ് എ ടാക്സ് ഇൻവോയ്സ്. ടാക്സ് ഇൻവോയ്സിൽ നിർബന്ധമായിട്ട് GST ആക്ട് പ്രകാരം നിർബന്ധമായിട്ടും അടങ്ങിയിരിക്കേണ്ട കണ്ടന്റ്സ് എന്തൊക്കെയാണ്, എന്തൊക്കെ ഉൾക്കൊള്ളിക്കണം. മറ്റൊന്ന് എക്സ്പ്ലെയിൻ ദി റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് GST പ്രാക്ടീഷണർ. GST പ്രാക്ടീഷണറുടെ റെസ്പോൺസിബിലിറ്റി എന്താണ്, റോൾ എന്താണ്, അത് ഡിസ്കസ് ചെയ്യാനാണ്. എസ്സേ ആയിട്ട് ഈ ഒരു മൊഡ്യൂളിൽ നിന്നും വാട്ട് ഡു യു മീൻ ബൈ രജിസ്ട്രേഷൻ അണ്ടർ GST ആക്ട്, രജിസ്ട്രേഷന്റെ ഡെഫിനിഷൻ, ഹൂ ഓൾ ആർ ലയബിൾ ടു ഗെറ്റ് രജിസ്റ്റേർഡ് അണ്ടർ ദിസ് ആക്ട്, അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. മറ്റൊന്ന് ഡിഫൈൻ എ റിട്ടേൺ ആൻഡ് എക്സ്പ്ലെയിൻ ദി സിഗ്നിഫിക്കൻസ് ഓഫ് റിട്ടേൺസ് ഇൻ GST. ഇത്രയും കാര്യങ്ങളാണ് 4th മൊഡ്യൂളിൽ നിന്നും നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. ഫൈനൽ മൊഡ്യൂൾ എന്ന് പറയുന്നത് പേയ്മെന്റ് ഓഫ് ടാക്സ്, പെനാൽറ്റീസ്, ഇൻട്രസ്റ്റ്, അതേക്കുറിച്ചൊക്കെയാണ്. 3 മാർക്സ് ക്വസ്റ്റ്യൻസിൽ വാട്ട് ഈസ് ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ, വാട്ട് ഈസ് ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ, വാട്ട് ഈസ് EFPB, മറ്റൊന്ന് വാട്ട് ഈസ് സെൽഫ് അസസ്മെന്റ് ഇൻ GST, വാട്ട് ഈസ് ഇൻസ്പെക്ഷൻ ഇൻ GST, വാട്ട് ഈസ് ഇ-വേ ബിൽ, വാട്ട് ഡു യു മീൻ ബൈ സീഷർ. ഇത്രയും കാര്യങ്ങളാണ് മിനിമം നിങ്ങൾ ഈ മൊഡ്യൂളിൽ നിന്ന് പഠിക്കേണ്ടത്. ഷോർട്ട് എസ്സേ ആയിട്ട് ഡിസ്കസ് ഇമ്പോർട്ടൻസ് ഓഫ് ഇൻസ്പെക്ഷൻ, സെർച്ച് ആൻഡ് സീഷർ ഇൻ ദ പ്രൊട്ടക്ഷൻ ഓഫ് ദി ഇൻട്രസ്റ്റ് ഓഫ് റവന്യൂ, എക്സ്പ്ലെയിൻ ഡിമാൻഡ് ആൻഡ് റിക്കവറി പ്രൊസീജിയർ ഓഫ് CGST ആക്ട്. മറ്റൊന്ന് വാട്ട് ആർ ദ ഡോക്യുമെന്റ്സ് ടു മെയിൻറ്റെയിൻഡ് ബൈ എ രജിസ്റ്റേർഡ് പേഴ്സൺ അണ്ടർ GST ആക്ട്. GST ആക്ടിൽ രജിസ്റ്റർ ചെയ്ത ആൾ എന്തൊക്കെ ഡോക്യുമെന്റ്സ് മെയിൻറ്റെയിൻ ചെയ്യണം. വാട്ട് ആർ ദ സർക്കംസ്റ്റാൻസസ് വെൻ ഇൻസ്പെക്ഷൻ അണ്ടർ GST ക്യാൻ ബി ഡൺ ബൈ അതോറിറ്റി, ഏതൊക്കെ സാഹചര്യത്തിലാണ് GST അതോറിറ്റി ഇൻസ്പെക്ഷൻ നടത്തേണ്ടത്. വാട്ട് ആർ ദ പെനാൽറ്റീസ് ഇമ്പോസ്ഡ് ഫോർ ദി ഫോളോയിങ് ഒഫൻസസ് അണ്ടർ GST. GST റിട്ടേൺ ഫയൽ ചെയ്യാൻ ഡിലേ വന്നാൽ എന്തൊക്കെ പെനാൽറ്റീസ് ആണ്, GST റിട്ടേൺ ഫയൽ ചെയ്തില്ലെങ്കിൽ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു ഫ്രോഡ് കമ്മിറ്റ് ചെയ്താൽ എന്തൊക്കെ പെനാൽറ്റീസ് ആണ് GST ആക്ട് പ്രകാരമുള്ളത്, അത് ഡിസ്കസ് ചെയ്യാനാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. എസ്സേ ആയിട്ട് 10 മാർക്സ് ക്വസ്റ്റ്യനിൽ വരുന്നത് വാട്ട് ഡു യു മീൻ ബൈ ഓഡിറ്റ് ബൈ ടാക്സ് അതോറിറ്റീസ്. ഓഡിറ്റ് എന്താണ്, അതേപോലെ എക്സ്പ്ലെയിൻ ദ പ്രൊസീജിയർ ഓഫ് GST ഓഡിറ്റ്, അതിന്റെ പ്രൊസീജിയേഴ്സ്. കൂടാതെ വാട്ട് ഈസ് GST പേയ്മെന്റ്, എക്സ്പ്ലെയിൻ വേരിയസ് ലെഡ്ജേഴ്സ് ആൻഡ് ഫോംസ് അണ്ടർ GST പേയ്മെന്റ്. ഇത്രയും കാര്യങ്ങളാണ് 5th മൊഡ്യൂളിൽ നിന്നും നമ്മൾ പഠിക്കേണ്ടത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മൊഡ്യൂൾ കൂടിയാണ് 5th മൊഡ്യൂൾ. നമ്മൾ പറഞ്ഞതുപോലെ ഇതൊരു പ്രോബ്ലം റിലേറ്റഡ് ടോപ്പിക് അല്ല. തിയറി മാത്രം പഠിച്ചുകൊണ്ട് തന്നെ 100% മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ഈ വീഡിയോയിൽ ഓരോ മൊഡ്യൂളിലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ സ്കിപ്പ് ചെയ്യാതെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുൻവർഷങ്ങളിലെ ചോദ്യങ്ങൾ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാകും ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ഓരോ മൊഡ്യൂളിലെയും പ്രധാനപ്പെട്ട ടോപ്പിക്സ്, പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്, ഇവിടെ ഡിസ്കസ് ചെയ്ത ഓരോ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.